മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ടുതാഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു. 6.80 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ 70% ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് സമീപത്തു നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ ഹെഡ് വർക്ക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ അത് പ്രയോജനകരമാകും. പാലത്തിന്റെ 70% ജോലികൾ പൂർത്തീകരിച്ചതായും പാലം പണി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മൂന്നാറിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നായി പാലവും അനുബന്ധ റോഡുകളും മാറുമെന്നും അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. പോതമേട്ടിലേക്ക് പോകുന്ന ആളുകളും അതിനപ്പുറം പോകുന്ന ആളുകളും എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആ വഴിക്കൂടെ പോകുന്ന ആളുകളുണ്ട്, ചൊക്കനാട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചെറിയ പാലത്തിലൂടെ വലിയ വണ്ടികൾ കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാലം പണിതിരിക്കുന്നത്. ആ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി ആ വഴി 20 ഏക്കർ വരെ വരുന്ന ഭാഗം കുറച്ചുകൂടെ റോഡ് ആധുനിക സംവിധാനത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. മൂന്നാറിലെ തിരക്ക് കുറയ്ക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് മുൻനിർത്തിക്കൊണ്ട് ഈ പാലം പണി ആരംഭിച്ചിട്ടുള്ളത്. എത്രയും വേഗത്തിൽ ഈ പണി പൂർത്തീകരിക്കണമെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 70% വർക്കുകൾ പൂർത്തിയായി. 6.80 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ. അത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നു. പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.